ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ബൺ റോൾ തയ്യാറാക്കിയാലോ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളൊക്കെ മതി നമുക്കത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു 200 ml പാലെടുത്തിട്ടുണ്ട്. ആ പാല് ഞാനൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര അതും കൂടി ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. പാലെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ചൂടുപാലാട്ടോ, പിന്നെ വളരെ ചെറുതായിട്ട് ചൂടുള്ള പാല്. പിന്നെ അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം, ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ ഈസ്റ്റൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഞാനൊരു 400 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഈസ്റ്റിൻ്റെ മിക്സർ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. ബൺ റോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ബൺ തന്നെയാണ്, ബണ്ണിന് വേണ്ട ഇതെല്ലാം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് 1 മുട്ട കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചത്, സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളെങ്ങനെയാണോ ബണ്ണുണ്ടാക്കണേ അത് റെഡിയാക്കുന്ന പോലെ തന്നെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ പിന്നെ അതിന് ഞാനൊരു ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ടെന്ന് മാത്രം. നമ്മൾ റോൾ ചെയ്തെടുക്കുന്നു. റോൾ ചെയ്യുമ്പോൾ ഞാനത് ഒന്ന് പരത്തിയിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് ചെറിയൊരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ബണ്ണിന് കുഴയ്ക്കുമ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ പൊടി എടുക്കുമ്പോൾ വേണമെങ്കിൽ ആ പൊടിയുടെ ഒപ്പം പൊടി മൈദ അരിക്കുമ്പോൾ നമ്മൾ ആ ഉപ്പും കൂടി ഇട്ട് അരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനത് രണ്ടാമത് ചേർത്തതേ ഉള്ളൂ. നല്ലതുപോലെ മയത്തിന് കുഴച്ചെടുക്കണം. നല്ലപോലെ സമയമെടുത്ത് നല്ലതുപോലെ നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ നമ്മൾ കുഴക്കണം. അതുപോലെ കുഴച്ചാലാണ് ബൺ നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഒരുവിധമായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അല്പം ഓയിൽ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഓയിൽ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊരു 1.5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കുക. 1.5 മണിക്കൂർ കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്താലും മതി. പിന്നെ നമ്മളൊരു 1.5 മണിക്കൂർ വെച്ച് കൊടുക്കുക. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞു. ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കും മാവപ്പം. ഇതുപോലെ നല്ലതുപോലെ ഒന്നുകൂടെ ഞാൻ കുഴച്ചു കൊടുത്തു. ഇത് നമുക്ക് ഒരു ബോൾസാക്കി മാറ്റാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബോൾസ് ആക്കുക. നമ്മൾ ബണ്ണിന് എടുക്കുന്ന അതേ അളവ്, ഒരു 100 ഗ്രാം 110 ഗ്രാം ഒക്കെ ഏകദേശം ഒരു ബോൾ വേണം. ഇത് നമുക്ക് പരത്തി കൊടുക്കാം. ഞാൻ കുറച്ച് ബട്ടർ കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഓയിലുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് അധികം അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ഇനി പിടിക്കുകയാണെങ്കിൽ പയ്യെ ഒന്ന് ഓയിൽ തടവിയിട്ട് നിങ്ങൾ റോൾ ചെയ്തെടുക്കുക, പരത്തിയെടുക്കണം. അല്പം നീളത്തിൽ പരത്തിയെടുക്കുക. ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യാനായിട്ട് നിങ്ങൾ അല്പം നീളത്തിൽ ഇതിനെ പരത്തിയെടുക്കുക. ഒത്തിരി നൈസായിട്ടല്ല, ചെറിയൊരു തിക്നെസ് വേണം.
തീരെ നൈസായിട്ടല്ല പരത്തുന്നത്. ഇനി ഞാൻ അതിലേക്ക് അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ബട്ടർ നമ്മൾ തേക്കുമ്പോൾ എല്ലായിടത്തും നല്ലപോലെ എത്തത്തക്ക രീതിയിൽ ബട്ടർ തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഞാനിവിടെ പിസ്സ കട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് വരഞ്ഞു കൊടുക്കാനായിട്ട്. പിസ്സ കട്ടർ ഇല്ലാത്തവർ നമുക്ക് വേണമെങ്കിൽ നൈഫ് കൊണ്ട് പതിയെ വരഞ്ഞു കൊടുത്താൽ മതി. അറ്റം വിട്ടു പോവരുത്, രണ്ടറ്റത്തും വിട്ടു പോവരുത്, അറ്റം വരെ അങ്ങ് എത്തണ്ട. ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. അറ്റത്ത് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ റോൾ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ശരിയാവില്ല. അതുകൊണ്ട് അറ്റം വിടാതെ രീതിയിൽ ഇങ്ങനെ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പതിയെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അല്പം കെയർഫുൾ ആവണം, അല്ലെങ്കിൽ തെന്നി അങ്ങ് കുറച്ചിങ്ങനെ മാറിപ്പോകും. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക, ഒരുപോലെ റോൾ ചെയ്തെടുക്കുക. ഒരു സൈഡിൽ നിന്ന് റോൾ ചെയ്യണം. ഇനി ഇതുപോലെ റൗണ്ടാക്കി എടുക്കണം. അത് പൊട്ടിപ്പോവാതെ നല്ലതുപോലെ ഒട്ടിച്ച് അതിന് പയ്യെ ഒന്ന് കൈകൊണ്ട് പിടിച്ച് ഒന്ന് ഒതുക്കി കൊടുക്കണം. അല്ലെങ്കിൽ ബേക്കായി വരുമ്പോൾ അങ്ങ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ വിട്ടുപോവാതെ പതിയെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ റോൾ ചെയ്തെടുക്കുക എല്ലാം. ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായി. വളരെ ഈസിയാണ് നിങ്ങൾ ചെയ്തെടുക്കാൻ. അങ്ങനെ ആരും അടുത്തങ്ങ് ഇട്ട് പോകരുത്. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് നല്ലപോലെ ശരിയായി കിട്ടും. നമുക്ക് നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇതുപോലെ ഒരു ഷേപ്പൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ ബട്ടറൊക്കെ തേക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നമ്മളെല്ലാം റോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂർ കൂടി സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഞാനൊരു നല്ല ക്ലോത്ത് എടുത്ത് അതിനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്പം നനഞ്ഞ ക്ലോത്തായാൽ നല്ലത്. ഇനി അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ, അതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടത്. ഇനി നമുക്കൊരു മുട്ട എടുത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുട്ട തേക്കുമ്പോൾ നല്ലൊരു ഷൈനിങ് എഫക്റ്റ് വരും അതിന്. അപ്പോൾ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിരിക്കും. ഇനി മുട്ട വേണ്ടാന്നുള്ളവർ പാല് കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം കൊണ്ടായാലും കുഴപ്പമില്ല. മുട്ട കൊണ്ട് തേക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കാഴ്ചയ്ക്ക് ഇച്ചിരിയോടെ നല്ലൊരു ഷൈനിങ് എഫക്റ്റും കിട്ടും. മുട്ട വെള്ളം മാത്രം വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് കുറച്ച് വെളുത്ത എള്ളാണ്. അപ്പോൾ ആ വെളുത്ത എള്ള് കൂടി ഞാനിതിൻ്റെ മേളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുക, ഒരു ഭംഗിക്ക്. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ബണ്ണിൻ്റെ പുറത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വെളുത്ത എള്ള് എങ്ങനെ കിടക്കണേ, അതുപോലെ കുറച്ച് എള്ള് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് 170 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബണ്ണെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ പാകത്തിന് നല്ല കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ എഗ് വാഷ് ചെയ്ത തന്നെ നല്ലൊരു തിളക്കമൊക്കെ കണ്ടോ അതിന്. വളരെ സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണ്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇതുണ്ട്, പല ലെയറായിട്ടാണ് അത് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ വരഞ്ഞ അതുപോലെ തന്നെ നമുക്ക് ഓരോ ലെയറായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട്, ഓരോ പീസായിട്ട് നമുക്ക് ഓരോ ലെയറും നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബൺ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.